ഇസ്താംബൂളിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ബ്ലൂ മോസ്ക് അല്ലെങ്കിൽ സുൽത്താൻ അഹമ്മദ് മസ്ജിദ് ഓട്ടോമാൻ വാസ്തുവിദ്യയുടെ മഹത്വത്തിന്റെയും ഇസ്ലാമിക കലകളുടെ ആത്മീയമായ ആഴത്തിന്റെയും സജീവമായ അടയാളമായി നിലകൊള്ളുന്നു. പതിനേഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഉസ്മാനിയ സുൽത്താൻ അഹമ്മദ് ഒന്നാമൻ കമ്മീഷൻ ചെയ്തതാണ് ഈ പള്ളി. 1609 1616 ഇടയിലാണ് ഇത് നിർമ്മിച്ചത്. പൊതുവിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിലെ പള്ളികളെല്ലാം വിജയത്തിന്റെ ചിഹ്നങ്ങളായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ സഫാവിദ് സാമ്രാജ്യവുമായി നടന്ന യുദ്ധങ്ങളിലെ പരാജയങ്ങളാണ് സുൽത്താൻ അഹമ്മദിനെ ഈ പള്ളി നിർമ്മിക്കാൻ പ്രേരിപ്പിച്ചത് എന്നതാണ് രസകരം. ഉസ്മാനിയ സാമ്രാജ്യത്തിന്റെ ശക്തിയെ വിളംബരം ചെയ്യാനും അതിനെ ഉത്തേജിപ്പിക്കാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു ആർക്കിടെക്ചറൽ വണ്ടർ അതായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. തൊട്ടടുത്തുള്ള ഹാഗിയ സോഫിയയെ വലിപ്പത്തിലും ഭംഗിയിലും വെല്ലുന്ന ഒരു നിർമ്മിതിയായിരുന്നു ഉസ്മാനികൾ ലക്ഷ്യം വെച്ചത്. മധ്യത്തിലുള്ള അതിമനോഹരമായ താഴികക്കുടം, അതിനെ ചുറ്റുന്ന ചെറിയ താഴികക്കുടങ്ങൾ, മനോഹരമായ 6 മിനാരങ്ങൾ ഇവയെല്ലാം ചേർന്ന് ഇസ്താംബുൾ നഗരത്തിന്റെ ചക്രവാളത്തിനെതിരെ സുന്ദരമായ ഒരു നിഴൽ ചിത്രമാണ് മസ്ജിദ് രൂപപ്പെടുത്തുന്നത്. ബൈസാന്റിയൻ ഇസ്ലാമിക് വാസ്തുശില്പ രീതികളുടെ ഒരു സമന്വയമാണ് ബ്ലൂ മോസ്ക് പ്രതിനിധീകരിക്കുന്നത്. പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ 20,000-ലധികം ഹാൻഡ്മെയ്ഡ് ഇസ്നിക് ടൈലുകളാൽ അലങ്കരിച്ച കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരമായ ഇന്റീരിയറാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുക. ഓരോ ടൈലും സങ്കീർണമായ നീല ഷെയ്ഡിലുള്ള ഫ്ലോറൽ പാറ്റേണുകൾ കൊണ്ടുള്ളതാണ്. പള്ളിക്ക് ബ്ലൂ മോസ്ക് എന്ന് വിളിപ്പേര് നൽകുന്നതും ഈ ടൈലുകളാണ്. ബ്ലൂ മോസ്ക് ഒരു ആരാധനാലയം മാത്രമല്ല, ഇസ്താംബൂളിന്റെ സാംസ്കാരികമായ അടയാളം കൂടിയാണ്. ഇത് ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്നു. അതിന്റെ സൗന്ദര്യത്തെ വിലമതിക്കാനും അതിന്റെ ചരിത്രത്തെക്കുറിച്ച് അറിയാനും ഉത്സുകരായ യാത്രികർ. ദിവസേന വിശ്വാസികൾ അണിചേരുന്ന ഒരു പള്ളിയായിരിക്കെ നിരവധിയായ മറ്റു സന്ദർശകരെയും ആകർഷിക്കുക വഴി ബ്ലൂ മോസ്ക് അങ്ങനെ സംസ്കാരങ്ങൾക്കിടയിലുള്ള ഒരു പാലമായി വർത്തിക്കുന്നു. സൂര്യാസ്തമയ സമയത്ത് മൃദുവായ പ്രകാശത്താൽ തിളങ്ങി തലയുയർത്തി നിൽക്കുന്ന ബ്ലൂ മോസ്ക് നിസ്സംശയം ഇസ്താംബൂളിന്റെ ശാശ്വതമായ ചൈതന്യത്തിന്റെയും വിശ്വാസത്തിന്റെയും കലയുടെയും പ്രതീകമാണ്.